പ്രണയം കവിയാക്കാത്ത ഒരു കാമുകനുമില്ല ഈ ലോകത്ത്. എല്ലാ പുരുഷന്മാരുടെയും പിന്നിൽ ഒരു സ്ത്രീയുടെ ശക്തിയുണ്ട്. ആ ശക്തിയെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നമ്മുടെ മിന്നുകെട്ടിന് ഇനി അധികം നാളുകളില്ല. വിശ്വസിക്കാം. നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കെട്ടിയോളെ, മുഖത്തൊരു വെട്ടമില്ലായ്മ? എന്റെ കഷ്ടകാലം മാറുമെന്ന് ഇപ്പോഴും എനിക്ക് സംശയമാ. അയ്യോ, സമയം പോയി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിക്കടി. എന്തായിരുന്നു അവിടെ? എവിടെ? മനസ്സിലായില്ല. ആനന്ദ് നീയും തമ്മിൽ പുറത്ത് എന്തായിരുന്നുവെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു. അതിനെന്താ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ കല്യാണം അടുത്ത് വരുന്ന സമയം. ഞാൻ കെട്ടാൻ പോകുന്നവനുമായി നിനക്കെന്താ ഇത്ര ബന്ധം? ആനന്ദമായി ഇത്ര ഇടപഴകി സംസാരിക്കാൻ നിനക്ക് എന്താ അധികാരം? അയ്യോ, സംസാരിച്ചു പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റണേ? ഛീ, ധിക്കാരം പറയുന്നോടി. നിനക്ക് നാണമില്ലടി ഇങ്ങനെ അഴിഞ്ഞടി നടക്കാൻ? പല പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. ഞാൻ ക്ഷമിക്കും തോറും നിങ്ങളുടെ ഉപദ്രവം കൂടിക്കൂടി വരിക. എന്തിനൊരു അതിരുണ്ടെന്ന് ഓർക്കണം. നിക്കടി. നീ എന്റെ നേരെ കൈ ചൂണ്ടാറായോ? തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണന്റെ ഭാര്യയാകാൻ പോകുന്നവളെ ശാസിക്കാനും താക്കീത് ചെയ്യാനും നീ അത്രയ്ക്ക് വളർന്നോടി. നിന്നെ ഞാൻ കല്യാണിയുടെ നേരെ കൈ ഉയർത്താൻ നിനക്കെന്താ അധികാരം? ഇവളെ ശിക്ഷിക്കാൻ നീ ഇവിടുത്തെ ആരാ? കല്യാണിയാണ് നിന്റെ നേരെ കൈ ഉയർത്തിയതെങ്കിൽ ഞാൻ തടയില്ലായിരുന്നു. കാരണം അവൾ ഇവിടുത്തെ ഒരു അംഗമാ. നീയോ ഒന്നുമല്ല. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ വേണ്ട. ഇവളുടെ നേരെ ഇനി നീ കൈ ഉയർത്തിയ ആ കൈ നിന്റെ ശരീരത്തുണ്ടാവില്ല. മഹേശ്വരിയാ പറയുന്നത്. അഖിലാണ്ടേശ്വരി വരുന്നത് വരെ തൃച്ചംബരത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവും. എനിക്ക് മുകളിൽ ആരും ഇവിടെ വളരണ്ട. വളരാൻ ഞാൻ സമ്മതിക്കില്ല. കല്യാണി, കിച്ചണിലേക്ക് പോയിക്കോ. ഇനി നിന്നെ ആരും ഉപദ്രവിക്കില്ല. അവൾ ആനന്ദമായി പുറത്ത് നിർത്ത. ആനന്ദും കല്യാണിയും തമ്മിൽ സംസാരിച്ചതിന് നിനക്കെന്താ ഇത്ര ആവലാതി? ആനന്ദ് നിന്നെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതാ. ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, നടന്നിട്ടൊന്നുമില്ലല്ലോ. നീ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ ഒരുക്കം തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. ആനന്ദ് നിന്റെ കഴുത്തിൽ മിന്നു കെട്ടട്ടെ. അതിനുശേഷം മതി അധികാരവും അവകാശമൊക്കെ. ഇപ്പൊ കാര്യങ്ങൾ കുറച്ച് വ്യക്തമായി കാണുമല്ലോ. എന്നാൽ ഇതും കൂടി കേട്ടോ. നീയും ആനന്ദം തമ്മിലുള്ള കല്യാണം നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അതിന്റെ കാരണം കൂടി പറയാം.
മഹേശ്വരിക്ക് ആ ബന്ധം ഇഷ്ടമല്ല. മഹേശ്വരിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും നടന്ന ചരിത്രമില്ല. ഇപ്പോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണുമല്ലോ. ശരിയെന്ന്. ഹലോ, ആരാ? മനസ്സിലായില്ലല്ലോ. ദാസല്ലേ, കല്യാണിയുടെ അച്ഛൻ? അതെ, കല്യാണിയുടെ അച്ഛൻ തന്നെ. ആ. കയറി ഇരുന്നാട്ടെ. ആ. എനിക്കങ്ങോട്ട് ആളെ മനസ്സിലായില്ല അല്ലേ? ഞാൻ തന്നെ എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്താം, അല്ല നിവൃത്തിയില്ലല്ലോ. ഞാൻ കല്യാണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന നീരജിന്റെ അമ്മാവന്. ഓ, പേര് പീതാംബരക്കുറുപ്പ്. കോയിക്കൽ പീതാംബരക്കുറുപ്പ് എന്നറിയപ്പെടും. നമസ്കാരം. നമസ്കാരം. അന്ന് ഉറപ്പിക്കലിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. മകളുടെ കൂടെ ബാംഗ്ലൂരായിരുന്നു. അതാ പരിചയപ്പെടാതെ പോയത്. ഞാൻ മോളെ വിളിപ്പിക്കട്ടെ? അയ്യോ, വേണ്ട വേണ്ട. ഞാൻ ദാസിനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നതാ. നമ്മൾ കാരണവന്മാര് തമ്മിൽ ഒരു മീറ്റിംഗ്, അത്ര തന്നെ. പറഞ്ഞാട്ടെ. ദാസേ, ചില കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു വ്യക്തത വേണം, പ്രത്യേകിച്ച് കല്യാണ കാര്യത്തിന്. അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ അമ്മാവന്മാരുടെ പെടലിക്കാ വന്ന് വീഴുന്നത്. ഞാനും അത്തരം ഒരു അമ്മാവനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഞാൻ ഈ മുഖം നോക്കാതെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരനാണ്. എല്ലാവരും അങ്ങനെയാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഒത്തിരി ശത്രുക്കളെയും സമ്പാദിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടായാൽ പിന്നെ ഭാവിയിൽ ബന്ധങ്ങൾക്കൊരു തകരാറും ഉണ്ടാവില്ലല്ലോ. പറഞ്ഞു വരുന്നത്? ദാസേ, നീരജിന്റെ മാതാപിതാക്കൾക്ക് അവരുടെ മോന്റെ കല്യാണം ഇങ്ങനെ സമൂഹ വിവാഹമായി നടത്തുന്നതിൽ എതിർപ്പുണ്ട്. അഖില മേഡത്തിന്റെ തീരുമാനമായതുകൊണ്ട് അവരത് പറ്റില്ല എന്ന് പറയാത്തത്. ആ, അതുപോട്ടെ. നീരജിന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. അവർക്ക് നിങ്ങൾ എന്ത് കൊടുക്കുമെന്നറിയാം. അതിനെക്കുറിച്ചൊന്നും നേരത്തെ സൂചിപ്പിച്ചില്ല. ഞാനൊന്നും ചോദിച്ചോ ഇല്ല. ആ, അതുകൊണ്ട് തന്നെയാ എന്റെ ഈ വരവ്. സ്ത്രീധന തുകയിൽ നിന്നും കുറച്ചു രൂപ മുൻകൂറായി വേണമെന്ന് നീരജിന്റെ അച്ഛൻ പറയുന്നു. ഈ കാര്യം തൽക്കാലം ആരും അറിയണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയെങ്കിലും കല്യാണ ചെലവിനായി വേണമെന്ന് നീരജിന്റെ അച്ഛന്റെ ആവശ്യം. ലക്ഷോ? തൽക്കാലം അത് മതി. ചെറുക്കന്റെ നിലയ്ക്കും വിലയ്ക്കും ഇതൊന്നും അല്ലല്ലോ ദാസേ വേണ്ടത്. അത് ഇപ്പോ? അതെന്താ, ചെറുക്കന് നിങ്ങളൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല? അയ്യോ, അങ്ങനെയല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാഹത്തിന്റെ നടപ്പ് വശത്തെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊന്നുമല്ല, 10 ലക്ഷം പെട്ടെന്ന് കേട്ടപ്പോ. എന്താ, ഭയന്നു പോയോ? ദാസിന് രൂപയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അഥവാ പണം തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിപ്പോ പറയണം. എനിക്കത് അവരെ അറിയിക്കണം. പണം ഞാൻ തരാം. എനിക്കൊരു 2 ദിവസത്തെ അവധി തരണം. മാക്സിമം 2 ദിവസം. അതിനുള്ളിൽ തരാമെന്ന് ഞാൻ അവരോട് പറയാം. ആ, പിന്നെ അഖില മേഡം ഇടപെട്ട കേസായതുകൊണ്ട് തൃച്ചംബരത്ത് അറിയിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇല്ല, ആരും അറിയില്ല.
2 ദിവസത്തിനകം ഞാൻ പണം തരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ദാസേ. മറക്കണ്ട, 2 ദിവസം. ശരി. അഖിലാണ്ടേശ്വരിയുടെ ഒരു പ്രതാപം ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള വക്രബുദ്ധി എന്റെ തലയിലോട്ടൊന്ന് തരണേ ഭഗവാനെ. മാഡം, എന്താ ഇത്? ജ്യൂസാണ്. എന്ത് ജ്യൂസ്? ഓറഞ്ച് ജ്യൂസ്. ഹാ, എനിക്ക് കുടിക്കാം. സാത്തുക്കുടി ഓറഞ്ചിന്റെയും മൈസൂർ ഓറഞ്ചിന്റെയും ജ്യൂസ് ഞാൻ കുടിക്കാറില്ല. എന്റെ കളർ അങ്ങോട്ട് കൂടും. ഇനി കളർ കൂടി ആകെ പ്രശ്നമാ. മദാമ്മമാരെ പോലെ ഞാൻ അങ്ങ് തിളങ്ങും. അല്ല, നീ പോലെ കേട്ടോ കല്യാണി, ഗംഗ പറഞ്ഞതിലും കാര്യമുണ്ട്. അവൾക്ക് പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ചെറുക്കനല്ലേ ആനന്ദ്. അവനും നീയും തമ്മിൽ ഇടപഴകുന്നതും ഒന്നിച്ച് വർത്തമാനം പറയുന്നതും ഗംഗയ്ക്ക് സഹിക്കോ? ഇല്ല. ഗംഗ എന്നല്ല, ഒരു പെണ്ണിനും അതൊന്നും ഇഷ്ടാവില്ല. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം. അതിനും പറ്റുന്നില്ലെങ്കിൽ കൂടിക്കാഴ്ചകൾ രഹസ്യമായിട്ടാകാലോ. അല്ല, ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്നല്ലേ? അതല്ലേ ആലോചിക്കുന്നത്? പരസ്പരം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സ് കാണാൻ എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, ഒരു പ്രണയത്തിനും ഞാൻ എതിരല്ല. അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. ഞാൻ നിന്റെ പക്ഷത്താ. എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ നടന്നാലും നീ ആനത്തിന് തന്നെ കല്യാണം കഴിക്കണം. ചിലരുടെയൊക്കെ തലകൾ ഇവിടെ ഉരുളുമായിരിക്കും. ഉരുളട്ടെ. അതൊന്നും കാര്യമാക്കണമെന്നില്ല. ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ കല്യാണം കഴിക്കണം. എന്ത് സഹായം ചെയ്തും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. തല പോയാലും ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തിത്തരും. പിന്നെ കല്യാണി, ഞാനിങ്ങനെ ഒരു സഹായം ചെയ്തു തരുമ്പോ എനിക്കും ചില ഉപകാരങ്ങൾ ചെയ്തു തരണം. ഒരു പാലം ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വേണം. എന്നെയും സഹായിക്കണം. ഞാനെന്ത് സഹായിക്കാനാ? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ശരി. ഒരു 10 ലക്ഷം രൂപയെങ്കിലും കല്യാണ ചെലവിനായി വേണമെന്ന് നീരജിന്റെ അച്ഛന്റെ ആവശ്യം. മാക്സിമം 2 ദിവസം. അതിനുള്ളിൽ തരാമെന്ന് ഞാൻ അവരോട് പറയാം.
എന്താ അച്ഛാ? അച്ഛൻ കുറെ നേരമല്ലോ ഇങ്ങനെ ആലോചിച്ച് തലപൊകിക്കുന്നത്. എന്തു പറ്റി? കാര്യം പറ അച്ഛാ. അച്ഛൻ എന്താ സുഖമില്ലേ? എനിക്ക് അസുഖമൊന്നുമില്ല. എല്ലാരും കൂടി അച്ഛനെ ഒരു മാറാരോഗ്യം ആക്കാതിരുന്നാ മതി. പക്ഷെ ഇപ്പൊ അച്ഛൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്റെ പ്രശ്നം നിന്നോട് പറഞ്ഞാ നിനക്ക് പരിഹരിക്കാനാവോ? എന്നാ പരിഹരിക്ക്. എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. ഏ? ലക്ഷം രൂപ? 10 ലക്ഷം രൂപ 2 ദിവസത്തിനകം ഉണ്ടാക്കണം. അതിനാ ഞാനിങ്ങനെ പുകയുന്നത്. എന്റെ ഉള്ളൂരിക്കുന്നത് ആര് കാണാനാ? കല്യാണത്തിനായി മാറ്റിവെച്ച് കാശൊക്കെ തീർന്നു മോനെ. അതിനൊക്കെ പൊന്നു വാങ്ങി. ഇനിയും കാശിനു വേണ്ടി അച്ഛൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. ഒരു വഴിയില്ലല്ലോ ഭഗവാനെ. എന്താ അനിയൻകുട്ട അച്ഛന്? അച്ഛൻ വളരെ നേരായിട്ട് വല്ലാത്ത വിഷമത്തിലാ. 10 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണോ അത്രേ? അച്ഛൻ ആകെ പ്രശ്നത്തിലാ. മുഖം കണ്ട സങ്കടം തോന്നും. കല്യാണിയുടെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് അറിയാമോ ഇളയമ്മയ്ക്ക്? കോടീശ്വരി അവളിപ്പോ കോടീശ്വരി. കല്യാണിക്ക് സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയ അവാർഡിന്റെ തുക 50 ലക്ഷവും പിന്നെ കല്യാണിയുടെ മാസാമാസമുള്ള ബ്രാൻഡ് അംബാസിഡറിന്റെ ശമ്പളവും കൂടി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോ കല്യാണിക്ക് ഇന്ന് കോടികളുടെ ആസ്തിയാണ്. എന്ത് ചെയ്യും ചേച്ചി? അനിയൻകുട്ടാ, ഇതെന്റെ ചെക്ക് ബുക്കും പാസ്ബുക്കുവാ. എല്ലാ ചെക്ക് ലീഫിലും ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. എത്ര രൂപയുണ്ടെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അതൊക്കെ വല്യൂഞ്ഞിനെ അറിയൂ. ഏതായാലും 10 ലക്ഷത്തിൽ കൂടുതൽ രൂപയുണ്ട്. എടുത്തോളാൻ പറ. അച്ഛന്റെ അത്യാവശ്യം നടക്കട്ടെ. അച്ഛൻ വിഷമിക്കുന്നുണ്ടാവും. നീ അച്ഛനെ വിളിച്ച് കാശുണ്ടെന്ന് പറ. അച്ഛാ, അച്ഛാ, ചേച്ചിയുടെ അക്കൗണ്ടിൽ രൂപയുണ്ട്. എടുത്തോളാൻ പറഞ്ഞു. ഞാൻ മരിക്കാതിരുന്നത് എന്റെ ദൗർഭാഗ്യം, മക്കളുടെ ഭാഗ്യം. ഈ പണം വാങ്ങിക്കുന്നതും ഒരർത്ഥത്തിൽ മരണം തന്നെയാ. പക്ഷേ വേറെ ഗത്യന്തരമില്ല.